ഇപ്പൊ അനു എന്നെ ഡോക്ടർ എന്ന് വിളിച്ചില്ലേ? ആ വിളിയിൽ എന്തോ ഒരു അകൽച്ച ഫീൽ ചെയ്യുന്നു. പിന്നെ എന്ത് വിളിക്കും? എന്റെ പേര് ശാന്താറാം. ശാന്തേട്ടാന്ന് വിളിക്കാം. എന്റെ അമ്മൂമ്മയുടെ പേര് ശാന്ത എന്നായിരുന്നു. അതുകൊണ്ടൊരു ഫീമെയിൽ നെയിമായിട്ട് തോന്നുന്നു. ഡോക്ടർ വേണ്ടെങ്കിൽ അങ്കിൾ എന്ന് വിളിക്കാം. അങ്കിൾ വേണ്ട. ഇപ്പൊ ആരാ വിളിച്ചെന്നറിയോ? ഒരു അധോലോക ഗുണ്ട. ഡോക്ടറും ഗുണ്ടയുമായിട്ട്? അത് പറയാം. ആ ഗുണ്ട പിന്നെയും വിളിക്കുന്നു. ഇവരൊന്നും ഞാൻ ഭയപ്പെടുന്ന പ്രശ്നമില്ല. അനുവിന് ഞാൻ കാണിച്ചു തരാം. എടാ ഭാർഗവ, നിന്റെ ഗുണ്ടായിസം ഡോക്ടർ ശാന്താറാമിന്റെ അടുത്ത് നടക്കില്ലടാ. അടിച്ച് നിന്റെ അണപ്പല്ല് ഞാൻ തെറിപ്പിക്കും. നീ ആരാന്നാടാ നിന്റെ വിചാരം? കുറെ ഇഡിയറ്റ്സിന്റെ കയ്യിൽ തോക്കും കൊടുത്ത് തെക്ക് വടക്ക് നടത്തിച്ചാ നീ വലിയ ആളാകൂടാ. ഡോക്ടർ ഇപ്പൊ എവിടെയാണ് ഉള്ളത്? ഡോക്ടറല്ല ഞാൻ, നിന്റെ കാലനാ. എങ്കിൽ കാലൻ എവിടെയാ ഉള്ളത്? പറയാൻ മനസ്സില്ലെങ്കിലോ? ഒന്ന് പറയൂ കാല. ധീരനായ അങ്ങയെ നേരിൽ കാണാനുള്ള ആഗ്രഹം കൊണ്ടാ. എനിക്ക് ആ കാലിൽ തൊട്ടൊന്ന് വന്നിക്കാനാ. ഓ, താനും ഇപ്പൊ കോമഡി തുടങ്ങിയോടോ? കോമഡി പറയുന്നവന്റെ കൈ വെട്ടുമെന്ന് പറഞ്ഞിട്ട് ഇനി നിന്റെ കൈ ഞാൻ വെട്ടൂടാ. അയ്യോ, അങ്ങനെയൊന്നും ചെയ്തു കളയല്ലേ. അടിയനൊരു പാവമാണേ. കോൺഫറൻസ് എങ്ങനെ നടക്കുന്നു? ഉടനെ തീരുവോ? കോൺഫറൻസ് ഞാൻ എനിക്ക് ഇഷ്ടമുള്ളപ്പോ തീർക്കൂടാ. നീ ആരാ ചോദിക്കാൻ? ഏതാ അങ്ങയുടെ മുൻപിൽ ഒരു പെണ്ണിരിക്കുന്നത്? കോൺഫറൻസ് എന്ന് പറഞ്ഞ് മറ്റേ പരിപാടിക്ക് ഇറങ്ങിയിരിക്കുകയാണല്ലേ? ഭാർഗവൻ സാറ്. സാർ, ഇത് എന്റെ സിസ്റ്ററിനെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കന്റെ സിസ്റ്ററാണ്. അനു, ഇത് ഭാർഗവൻ സാറ് വലിയ മനുഷ്യനാ. കരണ്ട് ഭാർഗവൻ സാർ എന്ന് പറഞ്ഞാ അറിയാത്ത ആരുമില്ല. അപ്പോ ഞങ്ങൾ പുറപ്പെടുകയാണ് അനു. പറ്റിയാൽ ഫോൺ വിളിക്കാം. ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോവാനുണ്ട്. എങ്കിൽ പുറപ്പെടാം ഭാർഗവൻ സാറേ. എല്ലാം അങ്ങയുടെ ഇഷ്ടം. നിന്റെ കുടലെടുക്കൂടാ വന്നിന്ന്. എല്ലാത്തിനും മാപ്പ്. നമുക്കിന്ന് എന്നെ ചികിത്സോടാം. എന്നെ തെറി വിളിച്ച ആ നാക്ക് ഞാൻ ആദ്യം അറിഞ്ഞെടുക്കൂടാ റാസ്കൽ. എന്നിട്ട് മതി ചികിത്സ. ഞാൻ 1000 വട്ടം മാപ്പി വയ്ക്കുന്നു. എന്നെ ഉപദ്രവിക്കരുത്.